തൃശൂർ മാള SHOയെ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി R. രാജേഷാണ് മരിച്ചത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പും മുറിയിൽ നിന്ന് ലഭിച്ചു. കഴിഞ്ഞ 2 ദിവസമായി അവധിയിലായിരുന്ന മാള സ്റ്റേഷനിലെ SHO രാജേഷിനെ ഇന്ന് ഡ്യൂട്ടിക്ക് കാണാതായതോടെ സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷിച്ച് ക്വാർട്ടേഴ്സിലെത്തുകയായിരുന്നു. ഇന്നലെയാണ് ലീവ് കഴിഞ്ഞ് CI രാജേഷ് കഴിഞ്ഞ 2 ദിവസമായി അവധിയിലായിരുന്ന മാള സ്റ്റേഷനിലെ SHO രാജേഷിനെ ഇന്ന് ഡ്യൂട്ടിക്ക് കാണാതായതോടെ സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷിച്ച് ക്വാർട്ടേഴ്സിലെത്തുകയായിരുന്നു. ഇന്നലെയാണ് ലീവ് കഴിഞ്ഞ് CI രാജേഷ് ക്വാർട്ടേഴ്സിൽ മടങ്ങിയെത്തിയത്. പോലീസുകാരെത്തിയപ്പോൾ വീട്ടിലെ ഹാളിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പെന്ന് സംശയിക്കുന്ന കത്തും കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നും അവസാനമായി മക്കളെടുത്തു തന്ന വസ്ത്രം ധരിപ്പിക്കണമെന്നും എല്ലാവരും പൊറുക്കണമെന്നും കുറിപ്പിലുണ്ട്. ഇത് പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇലക്ഷന്റെ ഭാഗമായാണ് കൊല്ലം സ്വദേശിയായ രാജേഷ് മാള സ്റ്റേഷനിലെ SHO ചുമതല ഏറ്റെടുക്കുന്നത്. ഉടൻ മറ്റൊരു സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു. ഇതിനിടെയായിരുന്നു മരണം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മലപ്പുറത്ത് നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. ജില്ലയിൽ മഴക്കാലത്ത് ഉണ്ടാകാനിടയുള്ള ദുരിതങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിനുള്ള വിവിധ വകുപ്പുകളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. വകുപ്പുകളുടെ ഏകോപനം ശക്തിപ്പെടുത്താനും പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. റോഡുകൾ, പാലങ്ങൾ, ജലനിർഗമന സംവിധാനങ്ങൾ എന്നിവയുടെ നിലവിലെ അവസ്ഥയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രതിരോധ നടപടികളും ചർച്ച ചെയ്തു. പ്രൈവറ്റ് പാർട്ടീസ് മരം മുറിക്കാത്ത കേസുകളുണ്ട്. അത് കറക്റ്റോട് അത് മോണിറ്റർ ചെയ്തിട്ട് അതിനുവേണ്ട നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്ഥലത്തുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുറിക്കാതെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഴിക്കോട് മുക്കത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ തൈലം വിൽപ്പനക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. എറണാകുളം പെരുമ്പാവൂർ സ്വദേശിനി അർച്ചനയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. മുക്കം മുത്തേരി അങ്ങാടിയിൽ വെച്ചാണ് തെരുവുനായ കടിച്ചത്. അർച്ചനയുടെ ഇടതുകാലിന് തെരുവുനായയുടെ കടിയേറ്റു, ആഴത്തിൽ മുറിവേറ്റു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി ചിന്നക്കനാലിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. നിർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പെട്ടെന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ് ആവശ്യം. വന്യജീവി ആക്രമണത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചു വച്ച നടപടികളുണ്ട്. അതിൽ തീർച്ചയായും തുടർച്ച വേണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.